ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മീയ ആത്മീയതയുടെ 16ാമത്തെ സെഷനിലേക്കാണ് നമ്മളിന്ന് കടന്നു വന്നിരിക്കുന്നത്. ഒന്നാം സദനത്തെക്കുറിച്ചുള്ള 9ാമത്തെ വിചിന്തനവുമാണിത്. നമ്മൾ ഒന്നാം സദനത്തെക്കുറിച്ച് അമ്മ ത്രേസ്യ പങ്കുവെക്കുന്നതായ 2 അധ്യായങ്ങളിൽ 2ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ 4 ഖണ്ഡികകൾ നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. ഞാൻ പറയുകയുണ്ടായി, ഈ 2ാമത്തെ അധ്യായത്തിൽ 4 സ്റ്റേജുകൾ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ സ്റ്റേജ് നമ്മൾ ശ്രദ്ധിച്ചത് പാപം വഴി ആത്മാവിന് വരുന്ന തിന്മകളാണ്. രണ്ടാമത്തേത് പാപം വഴി നഷ്ടപ്പെടാവുന്ന നന്മകളെക്കുറിച്ച് നമ്മൾ കാണുകയാണ്. മൂന്നാമത്തെ സ്റ്റേജിൽ 8 മുതൽ 14 വരെയുള്ള കണ്ണുകളിൽ ആദ്യ സദനം ആത്മ അവബോധമാണ്, എളിമയാണ് എന്ന് അമ്മ ത്രേസ്യ സമർത്ഥിക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. 4ാമത്തെ സ്റ്റേജ് 15 മുതൽ 18 വരെയുള്ള കണ്ണികൾ നമ്മൾ സൂചിപ്പിച്ചു. പിശാചിൻ്റെ കുതന്ത്രങ്ങളെക്കുറിച്ച് അമ്മ ത്രേസ്യ മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പോൾ നമ്മൾ 1 മുതൽ 4 വരെയുള്ള കണ്ണികൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ഇന്ന് നമ്മൾ 2ാമത്തെ ഒരു സ്റ്റേജിലേക്കാണ് കടക്കുന്നത്. 2ാം അധ്യായത്തിൻ്റെ 5ാം ഖണ്ഡിക നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ: ഒരു സാത്വികൻ എന്നോട് ഒരിക്കൽ പറയുകയുണ്ടായി, മാരകപാപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരാൾ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളെക്കുറിച്ചല്ല, പ്രത്യുത ചെയ്യാത്തവയെക്കുറിച്ചത്രേ താൻ വിസ്മയിക്കുന്നത് എന്ന്. ഈ വാക്യം മലയാളത്തിൽ വായിക്കുമ്പോൾ അല്പം ഒരു അർത്ഥ തീർച്ചയില്ലായ്മ, വ്യക്തതയില്ലായ്മ അവിടെയുണ്ട്. ചെയ്യാത്തവയെക്കുറിച്ചാണ്. ചെയ്യാത്ത എന്ത് കാര്യങ്ങളാണ്? ചെയ്യാത്ത ദുഷ്കർമ്മങ്ങളെക്കുറിച്ചാണ് അതിൻ്റെ സൂചന. നമുക്ക് ഇംഗ്ലീഷ് വേർഷനൊക്കെ വായിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു സാത്വികം പറയുന്ന അമ്മ ത്രേസ്യ പറയുന്നത്, മാരകവാദം ചെയ്യുന്ന ഒരു വ്യക്തി ഇപ്പോൾ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ ഒരുപാടുണ്ട്. അതേക്കുറിച്ച് കുറച്ച് നമ്മൾ കഴിഞ്ഞ സെഷനിൽ അമ്മ ത്രേസ്യ പറയുന്നത് നമ്മൾ കാണുകയുണ്ടായി. അതെന്തുമാത്രം ഉണ്ടെന്ന് കണ്ടാലും അതുകൊണ്ടൊന്നും നിൽക്കത്തില്ല. ഇതിൻ്റെ ആഴം എന്തുമാത്രമാണെന്ന്, തിന്മയുടെ ആഴം ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ചിലപ്പോഴൊക്കെ ചില അപകടം ഉണ്ടായി കഴിയുമ്പോൾ ചില ആൾക്കാർ പറയാൽ ഇതിനേക്കാൾ കൂടുതൽ എന്തോ വരാനിരുന്നതാണ്, ഇത്രയും കൊണ്ട് നിന്നല്ലോ. പക്ഷെ ഇപ്പം സംഭവിച്ചത് തന്നെ മഹാദുരന്തം തന്നെയാണ്. വല്ലാണ്ട് ആൾ മരത്തിൽ നിന്ന് വീണിട്ടോ വാഹന അപകടത്തിൽപ്പെട്ടിട്ടോ ശരീരം മുഴുവൻ ഒടിഞ്ഞുറുങ്ങി വല്ലാത്ത അവസ്ഥയിൽ ജീവൻ പോയില്ലെന്നേ ഉള്ളൂ. അത് കണ്ട് ഒരാൾ പറയുന്നത് ഇതിനേക്കാളും മോശമായി എന്ത് സംഭവിക്കാതിരുന്നതാണ്, ഒഴിവായി പോയി ഓർത്തുണ്ടാൽ മതി എന്ന് പറഞ്ഞ പോലത്തെ ഒരു പറച്ചിൽ അമ്മ ത്രേസ്യയോടെ പറയുന്നത്. ഇപ്പോൾ ഒരു മാരകപാപത്തിൽ പെടുന്ന ആത്മാവിൻ്റെ ഇരുട്ടും കൂരിട്ടും നിസ്സഹായതയും ആന്തരേന്ദ്രിയങ്ങളുടെ ബഹളവും എല്ലാം നമ്മളവിടെ അമ്മ ത്രേസ്യ പറയുന്നത് കണ്ടു കഴിഞ്ഞു. അതൊന്നുമല്ല, ഇതിനേക്കാളും ഭീകരമായ അവസ്ഥയിലേക്ക് ആ വ്യക്തി പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇതാണ് ആ സാത്വികം പറയുന്നത്. ഈ എന്തുമാത്രം ഭീകരമായ തിന്മകളുടെ അടിത്തട്ടിലേക്കാണ് ആ വ്യക്തി ഊർന്നു വീഴാനുള്ള സാധ്യത നിൽക്കുന്നത്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് മാത്രമേ തോന്നുന്നുള്ളൂ. അത് പണ്ടേ സംഭവിച്ചു പോകേണ്ടത്. ഇതിനേക്കാൾ വലിയ ദുരന്തം. യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്തു, സാത്താന് ചെവി കൊടുത്തു, സാത്താൻ പ്രവേശിച്ചു, പിന്നെ ഒറ്റിക്കൊടുത്തു. അതൊക്കെ വലിയ ദുരന്തം തന്നെയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ തൂങ്ങി മരിക്കുന്നു, പിന്നെ നരകക്കുഴി പോയി വീഴുന്നു. അങ്ങനെ ഈ തിന്മയുടെ ആഴമെന്ന് പറയുന്നത് നമുക്ക് ഇപ്പം കാണുന്ന കാര്യങ്ങൾ കൊണ്ടൊന്നും നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇനിയും ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത, ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള ദുഷ്കർമ്മങ്ങളുടെ വലിയ ഒരു കുഴി, അല്ലെങ്കിൽ വലിയ ഒരു സുനാമി തിരമാല പോലെ കയറി വരുന്ന തിന്മ, അത് കണ്ടിട്ടാണ് സാത്വികൻ ആശ്ചര്യപ്പെടുന്നത് എന്ന് അമ്മ ത്രേസ്യ പറയുകയാണ്. അതുപോലൊരു തിന്മകളിലേക്കാണ് മാരകപാവം ഒരു വ്യക്തിയെ കൊണ്ടുപോകുന്നത് എന്നാണ് അമ്മ ത്രേസ്യ ഇവിടെ സമർത്ഥിക്കുന്നത്. ഇത്ര ഗുരുതരമായ തിന്മയിൽ നിന്ന് ദൈവം തൻ്റെ കരുണയാൽ നമ്മെ കാത്ത് രക്ഷിക്കട്ടെ എന്ന് അമ്മ ത്രേസ്യ പ്രാർത്ഥിക്കുകയാണ്. തിന്മ എന്ന പേരിന് ഇത്രമാത്രം അർഹതയുള്ളതായി നമ്മുടെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല. ഏത് മാരകപാപത്തിന്. ഒരുപാട് തിന്മകളെക്കുറിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ തിന്മയെ മാരകപാപത്തെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. മറ്റ് തിന്മകൾ, ദാരിദ്ര്യം, അല്ലെങ്കിൽ സമൂഹത്തിലെ സാമ്പത്തിക അസമത്വങ്ങൾ, ചൂഷണങ്ങൾ, വിവേചനങ്ങൾ, കാലാവസ്ഥയുടെ കെടുതികൾ, ദാരിദ്ര്യം, ഇങ്ങനെയൊക്കെയുള്ള തിന്മകളെക്കുറിച്ചൊക്കെ പറച്ചിലുള്ളൂ. യഥാർത്ഥമായ തിന്മയെന്ന് പറയുന്നത് ആത്മാവ് മാരകപാപത്തിൽ പെട്ടിട്ട് ആ ആത്മാവ് ചെന്ന് പതിക്കുന്ന അഗാധ ഗർത്തത്തിൻ്റെ ആ ഒരു ഭീകര ദൃശ്യം അനുഭവമാണ്. ഇതേപ്പറ്റി നമ്മൾ ആരും ഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് ഇത്രമാത്രം തിന്മയെന്ന പേരിന് അർഹതയുള്ളതായിട്ട് നമ്മുടെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല എന്ന് അമ്മ ത്രേസ്യ പറയുകയാണ്. അവസാനമില്ലാത്ത നാശമാണല്ലോ അത് വരുത്തി വയ്ക്കുന്നത്. അമ്മ ത്രേസ്യ പറയുകയാണ്, അവസാനമില്ലാത്ത നാശം എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള മറ്റു നാശങ്ങൾക്കൊക്കെ ഒരു അവസാനമുണ്ട്.
കുറേ നേരം കഴിയുമ്പോൾ തീർന്നു പോകും. ഇത്രയേ ഉള്ളൂ. ആത്മാവിൻ്റെ നാശമെന്ന് പറയുന്നത് അവസാനമില്ലാത്ത നാശമാണ്, നിത്യ അഗ്നിയിൽ കൊണ്ട് എത്തിക്കുന്ന നാശമാണ്. അതിനൊരിക്കലും ഒരു പരിധി നിർണ്ണയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അമ്മദ്രേസ പറയുന്നത് അവസാനമില്ലാത്ത നാശമാണ് ഇത് വരുത്തി വയ്ക്കുന്നത്. ഇതത്രേ വത്സരപുത്രിമാരെ നാം അത്യധികം ഭയപ്പെടേണ്ടത്. നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവത്തോട് നാം അപേക്ഷിക്കണം, ഇതിൽ നമ്മെ കാത്തു രക്ഷിക്കണമേ എന്ന്. ഇങ്ങനെയൊരു ആത്മീയ അവബോധം നമുക്ക് എല്ലാവർക്കും വേണം. ഒരു പാപം ചെയ്ത് ഒരു മാരകപാപത്തിൽ പെട്ട് ആത്മാവ് ഇതുപോലെ ഇരുട്ടിലേക്ക് പതിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ഇടവരിക എന്നുള്ളത് ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുതേ എന്നുള്ള ഒരു ജാഗ്രത നമുക്കെല്ലാവർക്കും വേണം. ക്ഷമത്രേസ്യ ഉള്ളിൽ കാണുന്നതായ ആത്മജീവിതത്തിൻ്റെ ചിത്രം, അതിൽ നമ്മൾ എന്തുമാത്രം ദൂരെയാണ് എന്ന് നമുക്കിപ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. കാരണം പാപത്തിലേക്ക് വീഴുന്നതിനെക്കുറിച്ചോ പാപത്തിൽ വീണ് അതിൽ തുടരുന്നതിനെക്കുറിച്ചോ മാരകപാപത്തിൽ പെട്ടുപോയിരിക്കുന്നതിനെക്കുറിച്ചോ ഒരു നൊമ്പരവും ഞടുക്കവും വേദനയും നിസ്സഹായതയും ഒന്നും നമുക്ക് ഒരുപാട് പേർക്ക് അനുഭവപ്പെടുന്നേയില്ല. അത്രമാത്രം പാപവുമായിട്ട് ഒത്തുചേർന്ന് തഴങ്ങിപ്പോയിരിക്കുന്ന ഒരു ദുർഭഗാവസ്ഥ ഇന്ന് നമുക്കെല്ലാവർക്കും വന്നു ഭവിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം, തിരുത്തിയെടുക്കണം. ആത്മീയ അഭിഷേകത്തിലായിരിക്കുന്നത്, പ്രസാദ വരാവസ്ഥയിലായിരിക്കുന്നത്, ദൈവസാമീപ്യം അനുഭവിച്ചുകൊണ്ടായിരിക്കുന്നതിന് മനോഹാരിത, അത് ഈ സദനത്തിലേക്ക് കയറുന്നതിൻ്റെ ആശ്വാസവും മനോഹാരിത അനുഭവിക്കുന്നതാണ്. അഭിഷേകം നഷ്ടപ്പെടുന്നതിനേക്കാൾ എന്തും നഷ്ടപ്പെടുത്താനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ആത്മീയ അനുഭവത്തിൽ മുന്നേറുന്ന ഒരു വ്യക്തി ഒരിക്കൽ പങ്കുവച്ചത് അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചാൽ ഓർമ്മിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു അനുഭവതലം, ചിന്താമേഖല നമുക്ക് എന്തുമാത്രം പരിചിതമാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. അതിലേക്ക് നമ്മൾ കയറി വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തെക്കുറിച്ച് നമ്മൾ എന്താ ചിന്തിക്കുന്നത്, എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഒരു പാപത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു നൊമ്പരമുണ്ടോ? എത്രയും വേഗം പോയി കുമ്പസാരിച്ച് തിരുത്തിയെടുക്കുന്ന ആഗ്രഹമുണ്ടോ? ചിട്ടയുണ്ടോ? നാളുകളായിട്ട് കുമ്പസാരിക്കാൻ താല്പര്യമില്ലാതെ, മാസങ്ങൾ ഒരു വർഷങ്ങളായിട്ട് കുമ്പസാരമില്ലാതെ, പാപമുണ്ടോ ചിന്ത പോലും ഇല്ലാതെ നടക്കുന്ന അവസ്ഥ എന്തുമാത്രം നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്ന് കയറിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് എത്രയും വേഗം നമ്മൾ കയറി വരണം. സ്നേഹമുള്ളവരെ, മദ്രസ നിർബന്ധമായിട്ട് അത് ആവശ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ ആ ഒരു ചിന്തയോടെ മദ്രസ പങ്കുവെക്കുന്നത്, അവിടുന്ന് നഗരത്തെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മുടെ അധ്വാനം വ്യർത്ഥമാണ്. ദൈവം തന്നെ നമ്മെ സംരക്ഷിക്കാൻ നമ്മൾ അവിടുത്തെ പ്രാർത്ഥിക്കണം. നമ്മൾ സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥന, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുന്നതിന് മുമ്പായിട്ട് പ്രലോഭനത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ എന്ന് നമ്മൾ അപേക്ഷിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. പ്രലോഭനത്തിലേക്ക് ഞങ്ങളെ നയിക്കരുതേ, പ്രലോഭനത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തരുതേ. അതിന് കൃത്യമായ വ്യാഖ്യാനം വരുന്നത്, പ്രലോഭനത്തിൽ ഉൾപ്പെടുക എന്നുള്ളത് നമുക്ക് ആർക്കും ഒഴിവാക്കാൻ പറ്റത്തില്ല. പ്രലോഭനത്തിൽ ഉൾപ്പെട്ടിരിക്കുമ്പോൾ പാപത്തിൽ വീണാൽ അനുവദിക്കരുത്, അല്ല പ്രലോഭനങ്ങളിൽ വീണു പോകാൻ അനുവദിക്കുന്ന അതിൻ്റെ പ്രാർത്ഥന, അപേക്ഷ അർത്ഥം അതാണ്. പ്രലോഭനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി പരീക്ഷകൾ ജയിച്ച് ഈശോ പിശാചിനെ പരാജയപ്പെടുത്തി, നമ്മളും പിശാചിനെ അവൻ്റെ പ്രേരണയെ പരാജയപ്പെടുത്തി ആത്മീയമായ വളർച്ചയിലേക്ക് കടന്നു വരേണ്ടവരാണ്. അപ്പം പ്രലോഭനത്തിൽ വീഴാൻ ഞങ്ങളെ അനുവദിക്കരുത് എന്നുള്ള പ്രാർത്ഥനയിൽ പാപത്തിൽ ഞങ്ങളെ രക്ഷിക്കണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നത് തന്നെയാണ് അവിടെ നമ്മൾ ചെയ്യുന്നത്, ഈശോ ആവശ്യപ്പെടുന്ന അനുസരിച്ച്. അപ്പോൾ ദൈവം നമ്മളെ സംരക്ഷിക്കണം. നമ്മുടെ തന്നെ മിടുക്കുകൊണ്ടും കഴിവുകൊണ്ടും നമുക്ക് ഈ കാര്യങ്ങൾ നേടാൻ പറ്റില്ല എന്ന് ഇവിടെ അർത്ഥമാകുന്നുണ്ട്. നാം ശൂന്യത മാത്രമാണല്ലോ മദ്രസ പറയുകയാണ്. വീണ്ടും മറ്റു കാര്യത്തെക്കുറിച്ച് മദ്രസ ഇനി പങ്കുവെക്കുകയാണ്. തുടർന്ന്, ഞാൻ മുൻപ് സൂചിപ്പിച്ചപ്പോൾ പറയുകയുണ്ടായി, കർത്താവ് ചെയ്ത അനുഗ്രഹത്തിൽ നിന്ന് 2 സംഗതികൾ താൻ ഗ്രഹിച്ചുവെന്ന്. 2 കാര്യങ്ങൾ മദ്രസ മനസ്സിലാക്കി മദ്രസ പറയുകയാണ്. ആത്മാവ് മാരകഭാവത്തിലായിരിക്കുമ്പോൾ വരുന്ന ഇരുട്ടെന്താണ്, അതിൽ നിന്നും കയറി വരുമ്പോൾ കിട്ടുന്ന അനുഗ്രഹം എന്താണെന്നുള്ള ബോധ്യത്തിൽ നിന്നും 2 കാര്യങ്ങൾ മദ്രസ കിട്ടുമെന്ന്. ഒന്ന്, അവിടുത്തെ ദ്രോഹിക്കുന്നതിനെക്കുറിച്ച് അതീവ ഭയം. അത് നിമിത്തം പാപത്തിൻ്റെ ഭീകര ഫലങ്ങൾ ഓർത്ത് അതിൽ വീഴാൻ അനുവദിക്കല്ലേ എന്ന് അവൾ നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു എന്ന് തന്നെപ്പറ്റി തന്നെ മദ്രസ പറയുകയാണ്. അപ്പോൾ പാപത്തിൽ വീഴുമ്പോൾ ദൈവത്തെ ദ്രോഹിക്കുകയാണ്. അപ്പോൾ പാപത്തിൽ വീഴുക വഴി നമുക്ക് വരുന്ന ദുരന്തം ഒരു വശത്ത്, അതിന് മറുവശത്ത് ദൈവത്തെ നമ്മൾ ദ്രോഹിക്കുന്നു, ദൈവത്തെ വേദനിപ്പിക്കുന്നു. ഈശോയുടെ കുരിശിലെ ഓരോ സഹനവും ഓരോ മുറിവും ഓരോ വേദനയും മനുഷ്യപാപങ്ങളുടെ ഫലമാണ് ഒരു ചിന്ത നമ്മൾ പലപ്പോഴും എടുക്കാറുണ്ടല്ലോ കുരിശിൻ്റെ വീട് നടത്തുമ്പോൾ. അതേക്കുറിച്ചുള്ള ഒരു യാഥാർത്ഥ്യ ബോധം നമ്മളെ ഭരിക്കാനിട വരണം മദ്രസ പറയണം. മദ്രസയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അവിടുത്തെ ദ്രോഹിക്കുന്നതിനെ കുറിച്ചൊരു അതീവ ഭയം. അതുകൊണ്ട് ഒരു പാപം പോലും ചെയ്ത് നല്ല ദൈവത്തെ ദ്രോഹിക്കാനിട വരരുതേ എന്നുള്ള തീക്ഷ്ണമായ പ്രാർത്ഥന മദ്രസ പുലർത്തിയിരുന്നു. രണ്ടാമത്തേത്,
പ്രസ്തുത ദർശനം എളിമയുടെ ഒരു ദർപ്പണം എന്ന വണ്ണം അവൾക്ക് പ്രയോജകീ ഭവിച്ചു. അതായത് നാം ചെയ്യുന്ന ഓരോ സൽപ്രവൃത്തിയുടെ ഉത്ഭവം നമ്മിൽ നിന്നല്ല എന്നുള്ളൊരു ബോധ്യമാണ് കിട്ടിയത്. ഈ സൽപ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നു, പക്ഷെ അതിൻ്റെ ഉത്ഭവം നമ്മിൽ നിന്നല്ല. ഇത് പറയാൻ കാരണം എന്നാ? ആത്മാവാകുന്ന വൃക്ഷം വേരൂന്നിയിരിക്കുന്ന ഉറവയിൽ നിന്നും നമ്മുടെ പ്രവൃത്തികളെ തീക്ഷ്ണമാക്കുന്ന സൂര്യനിൽ നിന്നും അത്രേ എന്ന് ഗ്രഹിക്കുവാൻ അവൾക്ക് സാധിച്ചു. അവൾ മദ്രസ തന്നെയാണ്. ഇപ്പോൾ നീർച്ചാലിനരികെ നടപ്പെട്ട വൃക്ഷത്തെക്കുറിച്ച് സങ്കീർത്തനം 1 പറയുന്ന വയസ്സ് കാണുകയാണ് മദ്രസ വിശദീകരിക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരു വൃക്ഷം നന്നായിട്ട് ഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മിടുക്ക് വൃക്ഷത്തിനല്ല. ആ വൃക്ഷം ഏത് ഉറവയിൽ നിന്നും ജലം സ്വീകരിക്കുന്നുവോ, ഏത് സൂര്യൻ്റെ പ്രകാശം സ്വീകരിക്കുന്നുവോ, ഈ ജലവും സൂര്യപ്രകാശം രണ്ടും കൂടെ വരുമ്പോഴാണ് ഈ വൃക്ഷത്തിന് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുക. വൃക്ഷമാണ് ഫലം പുറപ്പെടുവിക്കുന്നത്, പക്ഷെ അത് ഈ ജലവും ഈ സൂര്യപ്രകാശം ലഭിക്കുന്നതനുസരിച്ചാണ്. അത് വെച്ചോണ്ട് മദ്രസ പറയുകയാണ്, നാം ചെയ്യുന്ന ഓരോ സൽപ്രവൃത്തിയുടെ ഉത്ഭവം നമ്മിൽ നിന്നല്ല, മറിച്ച് ഈ ജീവൻ്റെ ഉറവയിൽ നിന്നും ഈ ദൈവിക സൂര്യനിൽ നിന്ന് കിട്ടുന്ന പ്രകാശത്തിൽ നിന്നുമാണ്. ആ കൃപയും ദൈവത്തിൻ്റെ സഹായവും നമ്മൾ സ്വീകരിക്കുക വഴി മാത്രമാണ്. ഈ ഒരു ബോധ്യം തനിക്ക് കിട്ടിയെന്ന് മദ്രസ പറയുകയാണ്. അതുകൊണ്ട് അതിൻ്റെ മെച്ചം എന്താണ്? താൻ തന്നെയോ മറ്റാരെങ്കിലുമോ എന്തെങ്കിലും നന്മ ചെയ്തെന്ന് കാണുമ്പോഴൊക്കെയും അതിൻ്റെ സാക്ഷാൽ ഉത്ഭവം ആദ്യ കാരണമായ ദൈവത്തിൽ നിന്നാണെന്നും അവിടുത്തെ സഹായം കൂടെ ഒന്നും ചെയ്യാൻ നമുക്ക് ശേഷിയില്ലെന്നും ദൃഢമായി വിശ്വസിക്കത്തക്ക വണ്ണം ഈ സത്യം തനിക്ക് അത്ര ബോധ്യമായെന്ന് അവൾ സമർത്ഥിച്ചിരുന്നു. അപ്പോൾ ഞാൻ തന്നെയോ മറ്റുള്ളവർ ചെയ്യുന്ന ഒരു സൽപ്രവൃത്തിയും എൻ്റേതല്ല, അത് അവരുടേതുമല്ല. സ്നാപകൻ്റെ പക്കൽ ശിഷ്യന്മാർ വന്ന് നിൻ്റെ അടുക്കൽ വന്ന് സ്നാനം സ്വീകരിച്ച ഈശോ ഇത് അവിടെ പോയി ഒത്തിരി പേർ അങ്ങോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ സാവ് പറഞ്ഞില്ലേ, ഉന്നതങ്ങൾ നിരക്കപ്പെടാൻ ആർക്കും സ്വീകരിക്കാൻ പറ്റുകയില്ല. ഏതൊരു നന്മ നമ്മിലാകട്ടെ മറ്റുള്ളവരോട്ട് കാണുമ്പോൾ അതിൻ്റെ ഉറവിടം ദൈവമാണ്. അതുകൊണ്ട് എന്താണ്, നമുക്ക് അസൂയയുടെ വിഷയമില്ല. സ്നാപകൻ അസൂയയില്ല. ദൈവത്തിൽ നിന്ന് ഉന്നതങ്ങൾ നിലക്കപ്പെടാൻ ആർക്കും സ്വീകരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ദൈവം അവർക്ക് കൊടുത്തതാണ്. അതുകൊണ്ട് എനിക്ക് സന്തോഷം മാത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ആ വ്യക്തിയുടെ വെളിപ്പെടുന്നു. അങ്ങനത്തെ ഒരു കാഴ്ചപ്പെടുക്കാനായിട്ട് സ്നാപകന് സാധിച്ചു, അത് അമ്മ തെരേസയ്ക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് ഏത് സൽപ്രവൃത്തി കാണുമ്പോഴും സന്തോഷം മാത്രം. അതുകൊണ്ട് എന്താ അവൾ ചെയ്യുന്നത്? തന്നിമിത്തം ദൈവത്തെ സ്തുതിക്കുവാൻ അവൾ സദാ സന്നദ്ധയായിരുന്നു. ഏത് നന്മ താനിലൂടെ സംഭവിക്കുമ്പോഴും മറ്റുള്ളവർ സംഭവിക്കുമ്പോഴും ദൈവമേ നന്ദി, ദൈവത്തെ സ്തുതിക്കുന്ന അവസ്ഥ. സൽപ്രവൃത്തികളിൽ സമ്പൂർണമായ ആത്മവിസ്മൃതി പാലിക്കുവാനും അവൾക്ക് സാധിച്ചിരുന്നു. അപ്പോൾ 2 ഫലമാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന്, അസൂയയില്ലെന്നുള്ള പൊതുവായിട്ട്. രണ്ടാമത്തെ അതിന് ഫലമായിട്ട് ഏത് നന്മ എവിടെ കണ്ടാലും തന്നെ കണ്ടാലും ദൈവത്തിന് നന്ദി പറയും. ദൈവമേ, ഇത്രയും കൃപ നന്മ അങ്ങയിൽ നിന്ന് ഈ വ്യക്തിയിലൂടെ ഈ ഭൂമിയിൽ ലഭിച്ചല്ലോ, നന്ദി നന്ദി, സ്തുതി 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 അങ്ങനെ സ്തുതിച്ചിരുന്നു. രണ്ടാമത്തേതോ, താൻ തന്നെ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ ഒരിക്കലും തന്നിലേക്ക് സത്യയെ കൊണ്ടുപോയില്ല, അഹങ്കാരത്തിലേക്ക് കൊണ്ടുപോയില്ല. മറ്റുള്ളവർ കാണുന്ന നന്മ പ്രവൃത്തികൾ അസൂയയിലേക്ക് കൊണ്ടുപോയില്ല, ആത്മവിസ്മൃതി. ഈ 2 അനുഭവത്തിലേക്ക് വരാനായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ നന്മകളെല്ലാം പാപത്തിലേക്ക് പോകുന്നൊരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. പാപത്തിലേക്ക് പോകുന്നൊരു വ്യക്തിക്ക് ഈ നന്മകൾ, ബോധ്യങ്ങൾ, ദൈവത്തിന് സ്തുതി അർപ്പിച്ച് ആത്മവിസ്മൃതിയിൽ ആഴപ്പെട്ടു പോകുന്നൊരു അനുഭവം ഇല്ലാതായി പോകും പാപത്തിലേക്ക് പതിക്കുമ്പോൾ എന്ന് അമ്മ തെരേസ ഇവിടെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തര സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.